സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് തുടക്കമായി 3031 കേന്ദ്രങ്ങളായി 4,17,491 വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് പരീക്ഷ എഴുതുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റി. മെയ് 3-ാം വാരത്തോടെ SSLC ഫലപ്രഖ്യാപനം ഉണ്ടാകും. രാവിലെ 9:30 ഭാഷാ പരീക്ഷയോടെയാണ് SSLC പരീക്ഷയ്ക്ക് തുടക്കമായത്. സംസ്ഥാനത്തെ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 കുട്ടികളുമടക്കം 4,18,516 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. പഠിച്ച പാഠഭാഗങ്ങൾ പരീക്ഷയിലുണ്ടായിരുന്നതായും നല്ല പരീക്ഷയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. കുഴപ്പമില്ല, നല്ല സിമ്പിളായിരുന്നു. മോഡൽ എക്സാമിന് ഉണ്ടായിരുന്ന പോലെ തന്നെ ഏകദേശം ക്വസ്റ്റ്യൻസും വന്നു. നല്ല എളുപ്പമുണ്ടായിരുന്നു. പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എളുപ്പമായിരുന്നു, നന്നായിട്ട് എഴുതാൻ പറ്റും. പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ മോഡലൊക്കെ കുറേ SCRT ഇറക്കിയതെല്ലാം കുറേ പ്രാക്ടീസ് ചെയ്തിരുന്നു. എളുപ്പമായിരുന്നു. മാർച്ച് 30-ന് ബയോളജിയോടെയാണ് SSLC പരീക്ഷ അവസാനിക്കുക. പരീക്ഷയ്ക്ക് ശേഷം മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 7-ന് ആരംഭിച്ച 28-ന് പൂർത്തിയാകും. മെയ് 3-ാം വാരത്തിനുള്ളിൽ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം നടത്താനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യം. 1-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്കും ഇന്ന് തുടക്കമായി. 27-ന് ഹയർ സെക്കൻഡറി പരീക്ഷകൾ അവസാനിക്കും. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഗൾഫ് മേഖലകളിൽ നടത്താനിരുന്ന പരീക്ഷകൾ വിദ്യാഭ്യാസ വകുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.